ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കാലടി ഗ്രാമപഞ്ചായത്തിലെ യോർദനാപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലമുണ്ടല്ലോ, ആ ചിറയുടെ പേരാണ് വല്യാട്ടിൻചിറ എന്നാണ് ആ ചിറയുടെ പേര്. ഇവിടെ ഒരു ബാൽക്കണി പോലെ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ താഴോട്ട് വീഡിയോ എടുക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ തന്നെ ലഭിക്കുന്നുണ്ട്. ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനും പിന്നെ ഊഞ്ഞാലാടാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ചിറയോട് ചേർന്നും വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനും ഊഞ്ഞാലാടാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു അതിരാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടൊരു 4-5 മണിക്കൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ വന്നിരിക്കാൻ വളരെ മനോഹരമായ സ്ഥലമാണിത്. ഞാൻ പറഞ്ഞില്ലേ, ബാൽക്കണി പോലെ കെട്ടിത്തിരിച്ചിരിക്കുന്ന സ്ഥലം, അതാണ്. നമ്മൾ അവിടെ നിന്നാണ് താഴോട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. മുമ്പ് വേണ്ട റോഡാണ്. ആ റോഡ് വഴിയാണ് താഴോട്ട് ഇറങ്ങി നമുക്ക് വണ്ടി കൊണ്ടൊക്കെ വരാൻ സാധിക്കും. അപ്പുറത്തൂടെ നമുക്ക് ഇറങ്ങി വരാം കേട്ടോ. നിങ്ങളെ കുറച്ചുകൂടെ ഈ ചിറയുടെ വീഡിയോ കുറച്ചുകൂടെ അടുത്ത് കാണിക്കാൻ വേണ്ടി ഞാൻ താഴോട്ട് ഇറങ്ങി വന്നതാണ്. കണ്ടില്ലേ, ഇതാണ് വല്യാട്ടിൻചിറ. താഴെ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലം കേട്ടോ. നമുക്ക് കുറച്ച് മുമ്പിലോട്ട് നടക്കാം. ഇതുവഴി താഴോട്ട് ഇറങ്ങാനൊരു സ്റ്റെപ്പൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റെപ്പ് അത്ര പോരാന്ന് തോന്നുന്നു. എല്ലാവരും അപ്പുറത്തെ സൈഡിൽ കൂടെയുള്ള സ്റ്റെപ്പ് വഴി ഇറങ്ങിയാണ് മിക്ക ആൾക്കാരും കുളിക്കുന്നതും തുണി അലക്കുന്നതും ഒക്കെ. അങ്ങേ സൈഡിൽ ഒരു ചെറിയ ഒരു ദ്വാരമുണ്ട്. അതുവഴി വെള്ളം അങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അതൊരാളുടെ അയ്യത്തോട്ടാണ് വെള്ളം പോകുന്നത്. പിന്നെ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ നിന്ന് അത് ഒരു മഡ് റോഡ് കണ്ടില്ലേ, ഈ മഡ് റോഡ് വഴി ഇതുവഴി ഇങ്ങനെ വന്ന് നമ്മൾ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ജിം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സ്ഥലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ജിമ്മാണ്. നമുക്കൊരു അതായത് കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ, എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഓപ്പൺ ജിമ്മാണ്. കാരണം വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ജിമ്മൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ അത് വളരെ ഉപകാരമാണ്. ചില കുട്ടികൾക്ക് ഒരു 20-22 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പോലീസിൽ കയറണം, ആർമി കയറണം എന്നൊക്കെ ഉള്ള ചിന്ത വരും. അപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് പഠിച്ച് മുന്നോട്ട് പോകും. പക്ഷേ ഇങ്ങനെ ഫിസിക്കലി മുന്നേറാൻ അവർക്കൊരു സപ്പോർട്ട് ചിലപ്പോൾ ലഭിച്ചെന്ന് വരത്തില്ല. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ജിമ്മൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കുട്ടികൾക്കും അത് ഉപകാരപ്പെടുന്ന രീതിയിലോട്ട് അത് വരും. പ്രത്യേകിച്ച് അറിയാമല്ലോ, എല്ലാ കുട്ടികളും ഇപ്പം ഒന്നെങ്കിൽ യോഗ, അല്ലെങ്കിൽ ആയോധന കല, അല്ലെങ്കിൽ ഇതുപോലുള്ള ജിം, ഇതുപോലുള്ള എന്തെങ്കിലും ഒന്ന് എല്ലാ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും വരും. അതിന് ഈ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മുടെ ശരീരം നമ്മൾ എക്സസൈസിലൂടെയൊക്കെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള ജിമ്മും യോഗയും പിന്നെ എന്തെങ്കിലും ആയോധന കളരിയോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അതൊക്കെ വളരെ നല്ലതാണ്. സ്വിമ്മിങ് നല്ല കേട്ടോ, നീന്തലും അതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ല നല്ല ഗുണങ്ങൾ ലഭിക്കും. ഞാൻ ഈ വല്യാട്ടിൻചിറയുടെ വീഡിയോ എടുത്ത് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ജിമ്മ് കണ്ടുകൊണ്ടേ വേറെ ടോപ്പിക്കിലോട്ടൊക്കെ കയറിപ്പോയി. ഇതാണ് ഫ്രണ്ട്സ് വല്യാട്ടിൻചിറ. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. ഞാൻ മേളിലോട്ട് ഇനി കയറി വന്നു. ഇനി നമുക്ക് ഇവിടെ ഒരു റോഡുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ബാൽക്കണി പോലെ ഈ റോഡിനോട് ചേർന്നാണ് ഈ ബാൽക്കണി പോലെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് കനാലാണ് കേട്ടോ. ഈ കനാലിൽ വെള്ളമൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിൽ പത്തനംതിട്ടയിൽ ഇതിലും വലിയ കനാലുണ്ട്. അത് അയ്യപ്പ സീസൺ ഈ സമയത്ത്
വെള്ളം അഴിച്ചു വിടുന്നത്. കണ്ടില്ലേ, ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സജ്ജീകരണമൊക്കെ ഉണ്ട്. വൈകിട്ട് ഒരു 4-5 മണിക്കൊക്കെ ഇവിടെ വന്നിരിക്കാൻ, അല്ലെങ്കിൽ രാവിലെ 6-7 മണിക്കൊക്കെ വന്ന് സൺഡേ ഹോളിഡേയിലൊക്കെ വന്നിരിക്കാനും ചുമ്മാ നമുക്കൊരു മൈൻഡ് റിലാക്സേഷൻ ഉണ്ടാവാനൊക്കെ നല്ലതാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഞാൻ ഇവിടുന്ന് പിന്നെ നേരെ ഒരു ഹോട്ടലിൽ പോയി ചായയൊക്കെ കുടിച്ചു. പിന്നെ എന്താ, അത്രയൊക്കെ ഉള്ളു ഗയ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.